എന്താ മാഷേ പോവാറായില്ലേ? ആ പോണം. അമ്മണി ടീച്ചർ വന്നിട്ട് പറഞ്ഞിട്ട് പോവാം. പിള്ളേര് കൂക്കി വിളിച്ച് ആ പാവൻ ടീച്ചറെ കരയിപ്പിക്കണോ ഇനിയും? കുറെ വിളിച്ചു കഴിയുമ്പോ നാവുകൾ കുഴയും. എന്റെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് നല്ല മനഃശക്തി വേണം. എന്തേ മാഷ പറഞ്ഞത്? സമയവും സ്ഥലവും ഒക്കെ പിന്നീട് അറിയിക്കാം മാഷേ. രണ്ടാക്കും തിരക്കില്ല. അതിനിടയ്ക്ക് കുട്ടികളുടെ കലാപരിപാടി തുടരട്ടെ. എത്ര നേരം നിൽക്കണം? കുറച്ച് സെക്കൻഡ്സ്. ഇത്തിരി ചിരിച്ച് കുഴയണോ? കാഴ്ചക്കാർക്ക് വേണ്ടി ശ്രമിക്കാം. എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. മതി, ഇത് മതി. തൊട്ടാവാടിയല്ല ടീച്ചറെന്ന് ബോധ്യമായിട്ടുണ്ടാവും ഇപ്പോ. ശരി, നടന്നു. പിന്നെ വരാം, വിട്ടോളൂ. ഹൈദർസേ, ആ ചെറിയ തുണി എടുക്ക്. ഞങ്ങളുണ്ടേ. കൂണന്മാരാ, കേട്ടണോ മാഷെ? കേറിക്കോട്ടെ. മതി മതി, ഇനിയാണ് വേണ്ട. എനിക്ക് വലിയ വെയിറ്റ് ഒന്നും ഇല്ലടോ. ആ വിട്ടോ. വഞ്ചി ഇളക്കാതെ ഗോപി, വഞ്ചി ഇളക്കാതെ. ശരിക്കുള്ള ആക്ടിങ്. ഞാൻ വിചാരിച്ചു കളി കാര്യാവുന്നു. മാഷു കുറച്ചധികം വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അയാളുടെ ആ ഫ്ലാസ്ക് പോയത് തന്നെ. മാഷിക്ക് നീന്തൽ അറിയോ? മണ്ടൻ കാതർ, പട്ടാളക്കാർക്ക് നീന്താൻ അറിയായിരിക്കോ? നിന്റെ ഓരോ ഒരു കൈയില്ലാത്തവർക്ക് നീന്താൻ പറ്റുമോ?
എന്താ കിടന്നില്ലേ? മുത്തശ്ശൻ നാളെ വരും. മാഷോട് മുത്തശ്ശൻ വന്ന് തെറ്റ് പറഞ്ഞിട്ട് നിന്റെ കുട്ടി സ്കൂളിൽ കയറുമെന്ന് വിചാരിക്കണ്ട. ശേഖരനോട് നിനക്കെന്ന് പറഞ്ഞൂടെ ഉണ്ണി? നാളെ നിന്നേട്ട് തല്ലണ ഞാൻ കാണേണ്ടി വരുമല്ലോ കുട്ടിയെ. നീയേ രാവിലെ നേരത്തെ എണീറ്റേ മുത്തശ്ശൻ വരുന്നതിന് മുമ്പേ ശേഖരനെ ചെന്ന് കണ്ടു. തെറ്റായി ചെയ്തതെന്നും പറഞ്ഞ് കാല് പിടിച്ചോ. മാഷന്മാരോട് തെറ്റു പറയണേന് എന്താ? നിന്റെ അമ്മയ്ക്ക് ശേഖരനെന്ന് വെച്ച ജീവനായിരുന്നു. ആ കള്ളൂടിയന് പിടിച്ചു കൊടുക്കണതിന് പകരം തന്ത അന്ന് സമ്മതിച്ചു വെച്ച ആ കുട്ടിയെ പൊന്നുപോലെ കൊണ്ടു നടക്കായിരുന്നു. യോഗം ഉണ്ടായില്ല. എന്താ പറഞ്ഞിട്ട്? ആദ്യ ശമ്പളം കിട്ടിയ പണം എന്റെ കയ്യിൽ തന്ന ശേഖരൻ പറഞ്ഞത് എപ്പോഴും ഓർമ്മയുണ്ട്. ഇത് മാധവിക്കുട്ടിക്ക് കൊടുക്കണം. വാങ്ങിയില്ലെങ്കിൽ പറയണം, എനിക്ക് വിദ്യ തന്നത് മാധവിക്കുട്ടിയാണ്. വിദ്യാദാനവതിക്കുള്ള വഴിപാട് വാങ്ങാതിരിക്കരുതെന്ന്. അതെപ്പോഴും പിന്നെ മാധവിക്കുട്ടി പറഞ്ഞു കരയും. അമ്മ പണം വാങ്ങിയോ? വാങ്ങി. വാങ്ങുമ്പോഴേ അപ്പോഴും കരഞ്ഞു, സന്തോഷം കൊണ്ട്. പട്ടാളത്തിൽ നിന്ന് ആദ്യം വന്നെന്റെ പിറ്റേ ദിവസമായിരുന്നു എന്റെ ചോറൂണ്. അല്ല, ആരേത്? നാണിയമ്മേ, ഞാനാണ്. എന്താ വേലിക്ക് നിക്കടെ? അകത്തു വരാൻ അവകാശമില്ലല്ലോ. മാധവിക്കുട്ടിയുടെ മോനെ ഒന്നെടുത്തോണ്ട് വരൂ. അയ്യോ, ഉറങ്ങാണെന്ന് തോന്നുന്നു. ശങ്കരൻകുട്ടി വന്നിട്ട് വേണം ചോറ് കൊടുക്കാൻ. അയാൾക്കിന്ന് ചോറ് വേണമെന്ന് ഓർമ്മയുണ്ടോ ആവോ? ഒന്നെടുത്തോണ്ട് വരൂ, ഒന്ന് കാണാലോ. എങ്ങടാ? വെറുതെ ഒന്നെടുക്കാനാ. പിറക്കാതെ പോയ മോനാണിത് നാണിയമ്മേ. അതുകൊണ്ടുണ്ടാക്കി അരിഞ്ഞാണായിരുന്നു 2 വയസ്സുവരെ നിന്റെ അരയില്. അതും നിന്റെ അച്ഛൻ വിറ്റു. കിടന്നോ കുട്ടിയെ?